എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. എസ്റ്റിമേറ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാകാൻ പറ്റൂലല്ലോ. അത് മൊത്തം നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ദുരിതാശ്വാസ നിധിയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ കളയില്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റം വൈസ് ആക്ച്വൽസ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് കൊടുക്കുക, ഏത് എസ്റ്റിമേറ്റ് കേന്ദ്രത്തിലേക്ക് വേണം കൂടുതൽ കിട്ടാൻ കൊടുക്കുമ്പോഴും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എന്താ അറിഞ്ഞൂടെ ഇത് പബ്ലിക്കാവും എന്നുള്ളത്. ഏതെങ്കിലും ഒരു പെറ്റീഷൻ കോടതിയിൽ വന്നാൽ കോടതിയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. ഇതുപോലും അവർക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമ്മൾ കേന്ദ്രത്തിന് കൊടുക്കുന്ന മെമ്മോറാണ്ടത്തിൻ്റെ വിശ്വാസ്യതയല്ലേ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം വോളണ്ടറി ആയിട്ട് സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ നിർവഹിക്കുകയും 10 പൈസയുടേത് പോട്ടെ, പച്ച വെള്ളം കുടിക്കാതെയാണ് എല്ലാവരും പ്രവർത്തിച്ചത്. അവർക്ക് കൂലി ഇട്ടു. ഡെഡ് ബോഡി ഒന്നിന് ഇത്ര. എന്തൊരു നാണക്കേടാണിത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇതുപോലുള്ളൊരു സംഭവമൊക്കെ നടന്നാൽ, ഒരു ദുരന്തമൊക്കെ നടന്നാൽ ജനങ്ങളതിനെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. നമ്മളെ സംരക്ഷണത്തിന് ഗവൺമെൻറ് ഉണ്ട്. ഇതൊരു അനിതര സാധാരണമായ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്നദ്ധ സംഘടനകളും ജനങ്ങളും ഞങ്ങളൊക്കെ രാഷ്ട്രീയമൊന്നും നോക്കണ്ട, സർക്കാർ മുൻകൈ എടുക്കണം, ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞതാണ്. എന്താ ചെയ്യുക? ഇപ്പോൾ സന്നദ്ധ സംഘടനകൾ കൊടുത്ത സർവീസ് വരെ കൂലിപ്പണി ആയിരുന്നു എന്നല്ലേ സർക്കാർ പറയുന്നത്. അതിലും വലിയൊരു മാനക്കേട് വേറുണ്ടോ? ഞങ്ങളൊക്കെ അവർക്ക് പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അവരെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർ ചെയ്തത് കൂലിപ്പണിയാണെന്നാണ് ഗവൺമെൻറ്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തതിന് ഗവൺമെൻറ് റിഗ്രറ്റ് ചെയ്യണം. ഗവൺമെൻറ് റിഗ്രറ്റ് ചെയ്ത് തെറ്റുപറ്റി ഇങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിലാണ് നടപടിയെടുക്കേണ്ടത്. ഉദ്യോഗസ്ഥന്മാർക്ക് അല്ല, സർക്കാർ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ മന്ത്രിമാരും മുഖ്യമന്ത്രി എല്ലാവരും കൂടിയതല്ലേ. ഇത് ആ സംവിധാനത്തിൻ്റെ മുഴുവൻ പഴവല്ലേ. ഇത് കേരളത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇത് പബ്ലിക് ഡൊമൈനിൽ വരുന്നത്. കേന്ദ്രത്തിന് സമർപ്പിക്കുന്ന നിവേദനത്തിൻ്റെ വിശ്വാസ്യത തകർക്കും. അല്ലെങ്കിൽ തന്നെ കേന്ദ്രം കേരളത്തെ സഹായിക്കുന്നില്ല, അതിൽ ഞങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. സഹായമൊക്കെ വളരെ പിടിച്ചു വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പ്രൈം മിനിസ്റ്ററൊക്കെ വന്ന് വലിയൊരു ദുരന്തമായിരുന്നു, അങ്ങനെ ആവൂല, കാര്യമായിട്ട് സഹായിക്കും എന്നൊരു വിശ്വാസം. ഞങ്ങളിപ്പോൾ 10-40 കോടി അപ്രോക്സിമേറ്റ്ലി പറയുകയാണ്. ഇപ്പോൾ അത്രയും കോടി തിരിച്ച് സ്ഥലമൊക്കെ വാങ്ങി നിൽക്കുമ്പോൾ ഞങ്ങൾ പോലും സർക്കാർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കൂടാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടം. കേന്ദ്രമായാലും വേണ്ടില്ല, കേരളമായാലും വേണ്ടില്ല, ദുരന്ത സമയത്ത് പക്ഷപാതം കാണിക്കൂല എന്ന വിശ്വാസത്തിലാണ് ഞങ്ങളും അത് പറയുന്നത്. ഇതിങ്ങനെയാണെങ്കിൽ സർക്കാർ ഇനി ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. അല്ല, കേന്ദ്ര സഹായം ഇനി അധികം വൈകാൻ പാടില്ല. മതിയായ സഹായം കേരളത്തിന് കിട്ടണം, ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ മാതിരി കണക്ക് കൊടുത്താൽ കിട്ടണമെന്ന നമ്മുടെ ആവശ്യത്തിന് മൂർച്ച കുറയും. ഈ മാതിരി കണക്ക് കൊടുത്താൽ നിങ്ങൾ ഇങ്ങനത്തെ കണക്കല്ല, അല്ലെങ്കിൽ തന്നെ അവിടെ കാരണം കാത്തിരിക്കുകയല്ലേ സംഖ്യ കുറക്കാൻ. അപ്പോഴാണ് മയ്യത്തൊന്നിന് 75,000. അതുപോലെ തന്നെ ക്യാമ്പിൽ ചെയ്യുന്ന ആളുകൾക്ക് 11 കോടിയുടെ വസ്ത്രം. ഇതൊക്കെ മംഗലത്തിന് പോണ ഇതായിരുന്നു. അവിടെ ആളുകൾ കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അത്യാവശ്യത്തിന് പോലും വസ്ത്രങ്ങളും മറ്റുമൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് വസ്ത്രമൊക്കെ വാങ്ങിക്കൊടുക്കൂ. എന്നിട്ട് ഈ മാതിരി ഒരു കണക്കെഴുത്ത് അവരുടെ പേരിൽ വേണ്ടിയിരുന്നോ?
അത് വളരെ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ.